മഹാനായ കുടുംബത്തിന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ സവിശേഷത അചഞ്ചലമായ വിശ്വാസമായിരുന്നു. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ആരെ മുമ്പിലും അടിപതറാത്ത, ആരെ മുമ്പിലും വകവെച്ചു കൊടുക്കാത്ത അള്ളാഹുവിനുള്ള വിശ്വാസം. ജനിച്ചു വളരുന്ന സമയത്ത് സ്വന്തം പിതാവിനോട് പോലും ഒന്നും കേൾക്കാത്ത, ഒന്നിനും ഉപകരിക്കാത്ത വിഗ്രഹങ്ങൾക്ക് സാഷ്ടാംഗം ചെയ്യുന്ന പിതാവിനോടും കുടുംബത്തിനോടും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും അതുപ്രകാരം കുടുംബത്തിൽ നിന്ന് എതിർപ്പുകൾ ഏൽക്കേണ്ടി വന്നപ്പോഴും, കുടുംബത്തിന്റെ മാത്രമല്ല നാട്ടുകാരുടെയും ഒന്നടങ്കം ശത്രുത ഏൽക്കേണ്ടി വന്നപ്പോഴും മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹീം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച ഈമാനിന്റെ ഒരു അണുപോലും ഒഴിവാക്കാതെ, നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിനെ അടിയുറച്ചുള്ള വിശ്വാസം അദ്ദേഹം നേടിയെടുത്തു. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മറിയം നോക്കിയാൽ കാണാൻ കഴിയും ഒരുപാട് ആയത്തിലൂടെ ആ സംഭവം വിവരിക്കുന്നതായിട്ട് കാണാം. സ്വന്തം പിതാവ് പറഞ്ഞത് സ്വന്തം പിതാവ് പറഞ്ഞത്, ഓ ഇബ്രാഹിം, നീ ഞങ്ങളെ പൂർവീകർ ആരാധിച്ചു പോരുന്ന വിഗ്രഹങ്ങളെ നീ എതിർക്കുകയാണോ? നീ എങ്ങാനും ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശുദ്ധമായ അല്ലാഹുവിന്റെ ഈമാനിൽ അടിയുറച്ച ഒരേ ഒരു കാരണം കൊണ്ട് സ്വന്തം പിതാവിന്റെ പോലും എതിർപ്പ് ഏൽക്കേണ്ടി വന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വർത്തമാന സാഹചര്യത്തിലും ഇനി ഭാവി കാലഘട്ടങ്ങളിലും നാം ചിന്തിക്കേണ്ട വിഷയമതാണ്. അല്ലാഹുവിൽ നാം വിശ്വസിച്ച ആ വിശ്വാസത്തിന്റെ ഒരാളുവിന് പോലും ഒരു പോലും ഏൽക്കാതെ ഞാനും നിങ്ങളും വിശ്വസിച്ച ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന മഹിതമായ, ആ ഉത്തമ ഉദാത്തമായ ഒരു സന്ദേശമാണ് ഒന്നാമതായി നമ്മുടെ മുമ്പിൽ പങ്കുവെക്കാനുള്ളത്. രണ്ടാമതായി മഹാനവർക്കുണ്ടായ, കുടുംബത്തിനുണ്ടായ പ്രത്യേകത ഏത് പരീക്ഷണങ്ങളെയും നേരിടാനുള്ള അടിപതറാത്ത കരുത്തായിരുന്നു. നാം ആലോചിച്ച് നോക്കണം, ജീവിതം മുഴുവനും എന്ന് തന്നെ പറയാം പരീക്ഷണങ്ങളും തീച്ചൂളയിൽ വാർത്തെടുക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം. എന്തായിരുന്നു? ശത്രുക്കൾ പോലും അവസാനം ഇബ്രാഹിമിന്റെ നാശത്തിൽ സന്തോഷിക്കാൻ അവർ വക കണ്ടെത്തിയത് എന്തായിരുന്നു? വലിയ തീച്ചോലൊരുക്കി ആ തീച്ചോലയിൽ കൊണ്ട് കത്തിച്ചാമലാക്കി നാം നാമശേഷമാക്കാമെന്ന് ശത്രുക്കൾ സന്തോഷത്തോട് ആഗ്രഹിച്ചപ്പോൾ, അല്ലാഹുവിനെ വിശ്വസിച്ച പ്രവാചകനല്ലേ, അല്ലാഹുവിനെ വിശ്വസിച്ചത്, അല്ലാഹു എങ്ങനെ രക്ഷപ്പെടുത്താതിരിക്കും? ആ തീക്കുണ്ടാരത്തിലേക്ക് നിന്നപ്പോൾ ആ തീയോട് നമ്മൾ പറഞ്ഞു, നിന്റെ സ്വഭാവം കത്തിച്ചാമലാക്കാൻ, നിന്റെ സ്വഭാവം കഠിനമായി ചൂടാൻ, ഏതൊരു വസ്തുവിനെയും തീയിലേക്ക് ഇട്ടാൽ അത് കത്തിക്കരിഞ്ഞു പോവലാണ്. പക്ഷേ ആ സ്വഭാവം നീ മാറ്റിയെടുത്ത് ഏത് കണ്ടീഷൻ സംവിധാനം എന്റെ പ്രവാചകന് വേണ്ടി നീ ആയിക്കൊള്ളണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീ കറിഞ്ഞപ്പോൾ ആ തീയോട് ആഹ്വാനം ചെയ്തു. തണുപ്പുമാവണം. ശത്രുക്കൾ ചതി പ്രയോഗിച്ചു. അവരുടെ ചതി എന്നേക്കുമായി അല്ലാഹു അവനെ പരാജയപ്പെടുത്തി. കഴിഞ്ഞില്ല. 86 വർഷത്തോളം ജീവിതം തള്ളി നീക്കി ഒരു പിഞ്ചോമന പൈതലിന് വേണ്ടി ജീവിതം മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ സന്താനത്തിനെയും തന്റെ ഭാര്യയെയും അങ്ങനെ മക്കയിലേക്ക് ജനസാന്നിധ്യവും അതുപോലെ തന്നെ ജനസാന്നിധ്യവും ഇല്ലാത്ത മക്കാമലയിലേക്ക് അവിടെ ഉപേക്ഷിക്കാൻ അവർക്ക് പാലായനം ചെയ്യാൻ അല്ലാഹുവിനോട് വരുന്നു. ആ സമയത്തും അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കാൻ ആ പരീക്ഷത്തിൽ അടിപതറാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉറച്ചു നിന്നു. മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അർപ്പണബോധമാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ എന്തും ത്യജിക്കാനും പ്രവർത്തിക്കാനും അടിയറക്കാനും അല്ലാഹുവിന്റെ കൽപ്പനയാണോ ഒരു മടിയും കൂടാതെ അർപ്പണബോധമാണ്. ആ ഒരു സന്നദ്ധത, അതാണ് നമ്മെ സന്ദേശം മൂന്നാമതായി അറിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുക. ഒരു ഒറ്റ പിതാവിനും പുത്രനും ഓർക്കാൻ പോലും കഴിയാത്ത സ്വന്തം പിതാവിന് വചനിച്ച സ്വന്തം അല്ലാഹു കൽപ്പിക്കുകയാണ്. ഇവിടെ അല്ലാഹുവിന്റെ ഉദ്ദേശം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സാന്തരങ്ങളിൽ എന്നോടുള്ള വിശ്വാസമാണോ വലുത്? അതല്ല ഈ വാക്യങ്ങളുടെ സഹജമായ സാഹചര്യത്തിൽ ഞാൻ കൊടുത്ത പിടിച്ചോമന പൈതലിനോടുള്ള
ഇരുവരും വിജയിച്ചു പോയി. അതല്ലേ വിശുദ്ധമായ ഖുർആൻ ആ രംഗം സൂറത്തു സ്വാഫാത്തിൽ വിവരിക്കുന്നതായി കേൾക്കാം. ആ രംഗം ശരിക്കും അർത്ഥം വെച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കരഞ്ഞു പോവാത്തൊരു വിശ്വാസി ഉണ്ടാവുകയില്ല. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. പിന്നോമന പൈതലോട് പറയുന്നു, കുഞ്ഞുമോനെ, പൊന്നോമന പൈതലോട് പറയുന്നു, നിന്നെ ഞാൻ ബലിയെടുക്കാൻ അല്ലാഹുവിന്റെ സമ്മതമുണ്ട്, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. അതുകൊണ്ട് നിന്റെ ഉദ്ദേശം എന്താ? പിതാവ് സ്വന്തം പുത്രനോട് ചോദിക്കുന്നത് നിന്റെ അഭിപ്രായം എന്താ? ആ വാത്സല്യനിധിയായ അനുസരണയുള്ള മകൻ പറയുന്നത് എന്താ പറഞ്ഞത്? പ്രിയപ്പെട്ട പിതാവേ, അല്ലാഹു നിങ്ങളോട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തു കൊള്ളുക. ഞാൻ ക്ഷമാശീലരിൽ പെട്ടുകൊള്ളാം. അങ്ങയോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിരസ വഹിക്കുക തന്നെ വേണം. ഞാൻ അനുസരിക്കാൻ ഈ ഇസ്മായിൽ റെഡിയാണ്. ഇത് ഈ കുടുംബത്തിലേക്കുള്ള കുടുംബത്തിന്റെ ഒരു സന്ദേശത്തിലൂടെ നമ്മൾ അറിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വന്തം കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കളോട് കൽപ്പിക്കുമ്പോ അല്ലെങ്കിൽ മുതിർന്നവർ കൽപ്പിക്കുമ്പോ നല്ലതാണെങ്കിൽ അത് അനുസരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് ബലിപീഠത്തിൽ കിടത്തിക്കൊണ്ട് അമിത്ത് കിടത്തുകയാണ്. മലത്തിൽ കിടത്തിയാൽ പ്രിയപ്പെട്ട കുഞ്ഞുമകൻ പറയുന്നത്, എന്നെ മലത്തിൽ കിടത്തി കത്തിവെക്കുമ്പോൾ ഒരു പക്ഷേ എന്നോടുള്ള വാത്സല്യം കാരണം നിങ്ങൾ ആ കൽപ്പന ഉപേക്ഷിച്ചേക്കാം. അതുകൊണ്ട് എന്നെ മലത്തിൽ കിടത്തി കമിഴ്ത്തി കിടത്തിക്കൊണ്ടായിരിക്കണം എന്നെ ബലിയെടുക്കേണ്ടത്. എത്രമാത്രം വലിയ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൽ വിജയിച്ചപ്പോൾ സ്വർഗത്തിൽ ഒരു മാനിനെ കൊണ്ടുവന്ന് അവിടുന്ന് അറിവ് നടത്തപ്പെടുകയാണ്. ആ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു. ചുരുക്കത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമീപകാലങ്ങളിൽ കഴിഞ്ഞു പോയ വിശുദ്ധമായ മുസ്ലിങ്ങൾക്കുണ്ടായ പീഡനങ്ങളും യാതനകളും വേദനകളും ഒക്കെ കാരണം മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി